നമസ്കാരം. ഈ സുപ്രധാന ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. The medical community is facing its greatest challenge yet. Why are we seeing a surge in these cases and what is being done about it? നമസ്കാരം. ഈ ചർച്ചയിൽ ഞാൻ മാത്യു. ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച. ഇൻസുലിനോ ടാബ്ലറ്റോ എന്ന ചോദ്യംക്കപ്പുറം നിങ്ങളുടെ ശരീരത്തിന് എന്താണ് ശരി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. Good evening. Welcome to our discussion on critical health issues. Tonight we delve into medical breakthroughs with expert insights. ഗ്ലൂക്കോസ് നിലകൾ ശരീരത്തിൽ ദിവസം മുഴുവൻ നിരീക്ഷിക്കേണ്ടതുണ്ട്. ആരോഗ്യകരമായ ജീവിതത്തിന് ഇത് പ്രധാനമാണ്. ഞാൻ ഈ മരുന്നുകൾ എടുക്കുന്നു, പക്ഷേ എന്റെ ഹൃദയം ഇപ്പോഴും ഭയത്തിലാണ്. ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുമോ? ഭയം കൊണ്ട് ചികിത്സ മാറ്റരുത്. അറിവോടെ ഡോക്ടറോടൊപ്പം തീരുമാനമെടുക്കുക. Diabetes is not something to fear. With tools like this pen, we can manage it calmly and confidently every day. ഈ ഇൻസുലിൻ പേന ഉപയോഗിക്കുന്നത് ഭയത്തോടെ. ടാബ്ലറ്റ് ദൈനംദിന എളുപ്പവും നിയന്ത്രിതവുമാണ്. ടാബ്ലറ്റിനോട് ഇൻസുലിൻ ഫലപ്രദവും വിശ്വസനീയവുമാണ്. സർ, ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. അതെ, പക്ഷേ ജനങ്ങളുടെ കൂടി പരിഹാരമാണ്. രോഗിയുടെ ആരോഗ്യത്തിനനുസരിച്ച് ഇൻസുലിനും ടാബ്ലറ്റും ഉപരി ഫലപ്രദമാണ്. രണ്ടും രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇന്ന് നമ്മൾ നടത്തിയ ഈ സംഭാഷണം ഒരു വാദമായിരുന്നില്ല, ഒരു തിരിച്ചറിവായിരുന്നു. ഇന്നത്തെ ഈ സംഭാഷണം നിങ്ങളെ ഒരു ശരിയായ തീരുമാനത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ വിജയം.